എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാരറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 11/11 പോർട്ടൽ ഓപ്പണിംഗ് ആണ്. നവംബർ 11-ാം തീയതി ഈ ഒരു പോർട്ടൽ ഓപ്പണിംഗ് നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നുള്ളത് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷന് താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഇനി പൈൽ നമ്പർ 1 ഈ ഒരു പിക്ചറാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പൈൽ നമ്പർ 1, ആൻഡ് ഈ ഒരു പിക്ചറാണ് എങ്കിൽ പൈൽ നമ്പർ 2, ആൻഡ് ലാസ്റ്റ് ഇതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എങ്കിൽ പൈൽ നമ്പർ 3. സോ ഇതിൽ ഏതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് അതാണ് നിങ്ങളുടെ റീഡിങ്. ഓക്കെ, നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ചൂസ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. പൈൽ നമ്പർ 1. സോ പൈൽ നമ്പർ 1 ഈ ഒരു പിക്ചർ നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ 11/11 പോർട്ടൽ ഈ വരുന്ന നവംബർ 11 ശേഷം നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ 5 of Wands energy, Temperance energy, Ace of Pentacles, 10 of Pentacles, Ace of Cups, Lovers energy. സ്ട്രോങ് മെസ്സേജ് ആണ്. നിങ്ങളുടെ മെയിൻ തീം വന്നിട്ട് ജസ്റ്റിസ് എനർജിയാണ്. സോ ആദ്യം തന്നെ 5 of Wands എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ഒരു എനർജി 11/11 പോർട്ടൽ നമ്മൾ പലപ്പോഴായിട്ട് നമ്മൾ പോർട്ടൽ ഓപ്പണിങ്സിനെ കുറിച്ചിട്ട് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. മാനിഫെസ്റ്റേഷൻ്റെ ടൈമാണ് 111 എന്നുള്ളൊരു എനർജിയാണ്. 111 നമുക്കറിയാം അതൊരു തുടക്കമാണ്. അതേപോലെ തന്നെ ഈ ഒരു എന്താ പറയുക, ഈ ഒരു സമയം എന്ന് പറയും നമ്മൾ പറയും ഇപ്പോൾ ഓട്ടോ പൈലറ്റ് നമ്മൾ പറയും. അതായത് ഓട്ടോ പൈലറ്റിലാക്കാതെ നിങ്ങളായിട്ട് ഇറങ്ങി പ്രവർത്തിക്കുക. കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇറങ്ങി എന്താ പറയുക, നിങ്ങളുടെ പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് വ്യക്തത ഉണ്ടാകേണ്ട ഒരു സാധ്യതയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത് എല്ലാത്തിലും ഫോക്കസോട് കൂടിയിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. ഈ ഒരു നമ്പർ എന്ന് പറയുന്നത് ഇന്നർ വിസ്റ്റത്തിൻ്റെ നമ്പറാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ എനർജിയായിട്ട് കണക്ട് ചെയ്യുക. അതായത് നമ്മൾ പലപ്പോഴും കോമ്പറ്റീഷനാണ്. 5 of Wands എനർജി കോൺഫ്ലിക്റ്റ്, കോമ്പറ്റീഷനൊക്കെ. അതായത് നമ്മൾ മറ്റുള്ളവരുടെ ജീവിതം, അവരുടെ ജീവിതത്തിൽ അവരെങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെ മുമ്പോട്ടേക്ക് പോകുന്നു, അങ്ങനെ പല കാര്യങ്ങൾ ചിന്തിച്ചിട്ട് നമ്മുടെ ഉള്ളിലൊരു നെഗറ്റീവ് ഫീലിംഗ്, അൺഹെൽത്തി കോമ്പറ്റീഷനാണ് നടക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഒരു ഗോൾ എന്താണെന്ന് നിങ്ങൾക്കറിയാം. അതിൽ ആ ഗോളിൽ എന്താണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിൽ മാറ്റർ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോകും. ഇനിയും 2025 ബാക്കിയുണ്ട്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇത് ഡിസംബർ, ഇനി 2 മാസം അടുത്താണുള്ളത്. അപ്പോൾ ഇത് തീർന്നു എന്നുള്ളത് പൂർണ്ണമായിട്ടും ചില ആളുകൾക്ക് 25-ാം തീയതിക്ക് ശേഷം ഡിസംബർ അല്ലെങ്കിൽ 30-ാം തീയതി ലാസ്റ്റ് ഡേയിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംഭവിക്കാം. അപ്പോൾ പലപ്പോഴും നമ്മൾ ഒരു കാര്യം ചെയ്ത് തീർക്കുന്നതിന് മുമ്പ്, ഇപ്പോൾ നമ്മൾ പരാജയപ്പെടുന്നതിന് മുമ്പ് പരാജയം സമ്മതിക്കരുത് എന്ന് പറയുന്ന പോലെ നമ്മൾ പൂർണ്ണമായിട്ടും ഒരു കാര്യം തീരാതെ അതിൻ്റെ റിസൾട്ട് എന്താണ് നമ്മൾ ആദ്യമേ വിധി എഴുതുകയാണ് നമ്മുടെ ലൈഫിൽ തന്നെയെങ്കിൽ നമുക്ക് ഒരിക്കലും സക്സസ്ഫുൾ ആകാൻ പറ്റില്ല. ബി ക്ലിയർ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളതാണ്. ഇവിടെ ടെമ്പറൻസ് എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് ശരിയായിട്ടുള്ളൊരു വിഷൻ ഇല്ല എന്നുള്ളത്. ഇപ്പോൾ ചില ആളുകൾ ഇയർ തുടങ്ങുമ്പോൾ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യും. വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ വിഷൻ ബോർഡ് ഇപ്പോൾ 2025 നിങ്ങൾ വിഷൻ ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ നമ്മളതിൻ്റെ വീഡിയോ പണ്ട് ചെയ്തിട്ടുള്ളതാണ്. ആ വിഷൻ നിങ്ങൾ പൂർത്തിയാക്കിയോ എന്നുള്ളത്, അതിൽ എന്തൊക്കെ നിങ്ങൾ നേടാൻ നിങ്ങൾ ഒത്തിരി നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ടേക്ക് നീങ്ങുമ്പോൾ നിങ്ങൾക്ക് അത് നേടാനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി അങ്ങോട്ടേക്ക് ഇനിയും സമയം ബാക്കിയുണ്ട്. ആ ഒരു സമയത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടാനായിട്ട് ശ്രമിക്കുക. ലൈഫിൽ ബാലൻസ് കൊണ്ടുവരുന്നതാണ് ഈ ഒരു വർഷം നിങ്ങളിലേക്ക്, ഈ ഒരു പോർട്ടൽ ഓപ്പണിങ്ങിലൂടെ നിങ്ങളിലേക്ക് സംഭവിക്കുന്നത്. ഇതുവരെ ജീവിതത്തിൽ ഒരു ബാലൻസ് ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പല ഏരിയാസിൽ സക്സസ്ഫുൾ ആകുന്നുണ്ടാവാം. ഇപ്പോൾ ജോലിയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, കുടുംബജീവിതത്തിൽ പല കാര്യങ്ങളും നിങ്ങളുടെ ശാരീരികമായിട്ടുള്ള, പക്ഷേ എല്ലാം ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടോ എല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ലാത്തത് കൊണ്ട് നിങ്ങൾക്കൊരു അസഹിഷ്ണുത തോന്നുന്നുണ്ടാവും.
ചിലപ്പോൾ കരിയറിൽ സക്സസ്ഫുൾ ആയിരിക്കും, ചിലപ്പോൾ വീട്ടിൽ ഓക്കെ ആയിരിക്കും ഫാമിലി. അപ്പോൾ കരിയറിൽ ഇഷ്യൂസ് അല്ലെങ്കിൽ കരിയറിൽ നല്ല രീതിയിൽ നിൽക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിലുള്ള ഒരു സംതൃപ്തി നിങ്ങൾക്ക് ലഭിക്കുന്നു. ബാഹ്യമായിട്ട് നോക്കുമ്പോൾ സക്സസ്ഫുൾ ആയിരിക്കാം, പക്ഷേ ഉള്ളിലേക്ക് കടക്കുമ്പോൾ അതുണ്ടാവില്ല. അപ്പോൾ ആ ഒരു ബാലൻസാണ് 11/11 പോർട്ടൽ ഓപ്പണിങ്ങിലേക്ക് കൊണ്ടുവരുന്നത്. പോർട്ടൽ ഓപ്പണിങ് ആ ഒരു ദിവസം മാനിഫെസ്റ്റേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാം. നമുക്ക് വരുന്ന വീഡിയോസിൽ മാനിഫെസ്റ്റേഷൻ വീഡിയോസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് വന്നിട്ട് ഈസ് ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആക്ഷൻ ഈസ് ബെറ്റർ. കാരണം ആക്ഷൻ എടുക്കുക, നിങ്ങളത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ട് അതിൽ മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് എനർജി എന്ന് പറയുമ്പോൾ 11/11 പോർട്ടൽ ഓപ്പണിങ് പുതിയതെന്തോ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്, കരിയർ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ട്. അപ്പോൾ ജോലി സംബന്ധമായിട്ടോ വിദ്യാഭ്യാസപരമായിട്ടോ അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടോ ആവാം. ഇപ്പോൾ ജോലി, വിദ്യാഭ്യാസം, സാമ്പത്തികം എല്ലാം കണക്ട് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായിട്ടൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങാനുള്ള ഒരു ചാൻസസ് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടൊരു നേട്ടം വരുന്നുണ്ട്. ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായിട്ട് രീതിയിലൂടെ ആയിരിക്കാം അത് വരുന്നത്. നിങ്ങളൊരു കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ്, അപ്പോൾ കരിയറിൽ മുന്നേറാൻ ആഗ്രഹിക്കുന്നു, ഗ്രോത്ത് ആഗ്രഹിക്കുന്നു, അങ്ങനെ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുക എന്നുള്ളതാണ്. ആക്ഷൻ എടുത്താൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ഉള്ള ആക്ഷൻസ് നിങ്ങൾ എടുത്താൽ പതുക്കെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് നീങ്ങുന്നുണ്ട്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ പതുക്കെ എന്ന് പറയുമ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ എനർജി സ്ലോ ആണ്. അപ്പോൾ എനർജി സ്ലോ ആണെന്ന് പറയുമ്പോൾ മാനിഫെസ്റ്റേഷൻ ചെയ്യേണ്ടത് കൂടെ ആവശ്യമാണ് ആക്ഷൻ്റെ ഒപ്പം. മാനിഫെസ്റ്റേഷൻ ചെയ്യാതെ കൊണ്ട് നടന്നില്ല എന്നുള്ളതല്ല, പക്ഷേ ഫാസ്റ്റായിട്ട് ആ ഒരു എനർജി, ആ ഒരു യൂണിവേഴ്സായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കും, പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നു. പിന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. ഇതൊക്കെ ഈ പോർട്ടൽ ഓപ്പണിങ്ങിലൂടെ നിങ്ങളിലേക്ക് എത്തുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഈ ഒരു എനർജി ഇപ്പോൾ നമ്മൾ വായുവിൽ അല്ലെങ്കിൽ നമ്മൾ സ്പേസിൽ നോക്കുമ്പോൾ പല പല കാര്യങ്ങൾ ഇങ്ങനെ ഒഴുകി പോകുന്ന പോലെ നമുക്ക് കാണാം. പക്ഷേ അതെല്ലാം നമ്മളിലൂടെയാണ് പോകുന്നത്. നമ്മളത് പിടിച്ചെടുക്കാൻ ശ്രമിക്കാത്തിടത്തോളം നമ്മളിലേക്ക് പൂർണ്ണമായിട്ടും എത്തില്ല. ആ ഒരു യൂണിവേഴ്സ് നിങ്ങളിലേക്ക് നൽകുന്ന പോലെയാണ്, പക്ഷെ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്താൽ മാത്രമാണ് നിങ്ങളിലേക്ക് എത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റെപ്സ് എടുത്താൽ ഈ വരുന്ന ഈ ഒരു ഇയർ എൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും കരിയർ ആൻഡ് ഫിനാൻസ് റിലേറ്റഡ് നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ബിസിനസ് സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്യാനും അത് നല്ല രീതിയിൽ കൊണ്ടുപോകാനും സാമ്പത്തിക നേട്ടങ്ങൾ കൊണ്ടുവരാനും ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് കഴിയുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു പോർട്ടൽ ഓപ്പണിങ്ങിൻ്റെ ടൈമിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കുക. കമ്മ്യൂണിക്കേഷൻ വളരെ പ്രാധാന്യമാണ്. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് മറുപടി ഇല്ല എന്ന് കാണുമ്പോൾ വെറുതെ ഇരിക്കാതിരിക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, കാര്യങ്ങൾ സംസാരിക്കുക. ഒക്കെ നിങ്ങൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ചെയ്യുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, വെറുതെ ഇരിക്കരുത്. ഒരാൾ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ടേക്ക് ചോദിക്കുക എന്തായി ഇത് എന്നുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ ഏസ് ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടും ന്യൂ ബിഗിനിങ്സ് ആണ്. ന്യൂ ബിഗിനിങ്സ് എന്ന് പറയുമ്പോൾ കാരണം ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്ന വിവാഹമാണ്. മറ്റു ചിലരെ സംബന്ധിച്ച് പ്രണയമോ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. ഓൾറെഡി മാരീഡ് ആണ് റിലേഷൻഷിപ്പിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ന്യൂ ബിഗിനിങ് ഇൻ യുവർ റിലേഷൻഷിപ്പ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉള്ളവരാണെങ്കിൽ അത് നേരെയാക്കി പോകുന്നതാവും. ഇനിയിപ്പോൾ ഇഷ്യൂസ് ഇല്ല, വലിയ ബാഹ്യമായിട്ടുള്ള പ്രശ്നങ്ങളും വഴക്കുകളും ഒന്നുമില്ല, പക്ഷേ എന്തോ പഴയ പോലത്തെ ആ ഒരു സ്പാർക്ക് ഇല്ല എന്നൊക്കെ ഉള്ളവർ നിങ്ങൾ കൂടുതൽ രണ്ടുപേരും ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ അവരെയും സംബന്ധിച്ചൊരു ന്യൂ ബിഗിനിങ് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ലവേഴ്സ് എനർജിയാണ്. അതോടെ ഏസ് ഓഫ് കപ്സ് ആൻഡ് ലവേഴ്സ് എനർജിയാണ്. പ്രണയത്തിൻ്റെ സമയമായിരിക്കും മുന്നോട്ടേക്കെന്ന് പറയാം. ഒരുമിച്ചുള്ള യാത്രകൾ, സന്തോഷം നിറഞ്ഞ മുഹൂർത്തങ്ങൾ, ജീവിതത്തിൽ കൂടുതൽ ഇൻറ്റിമസി, കൂടുതൽ കണക്ഷൻ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സമയം കൂടിയിട്ടായിരിക്കും ഈ ഒരു സമയം. അതേപോലെ തന്നെ ജസ്റ്റിസ് എനർജിയാണ്. മെയിൻ തീം ജസ്റ്റിസ് ആണ്. അപ്പോൾ മെയിനായിട്ട് പറയുകയാണെങ്കിൽ 11/11 ഓപ്പണിംഗ് ടൈമിൽ പ്രത്യേകിച്ച് നിങ്ങൾ എന്തെങ്കിലും നല്ല കർമ്മങ്ങൾ ചെയ്യുക, നല്ല കർമ്മങ്ങൾ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുക എന്നുള്ളത് കൂടാതെ ദാനധർമ്മങ്ങൾ കാര്യങ്ങൾ ചെയ്യാം. ഭക്ഷണം വിതരണം ചെയ്യുന്നതാണ് ഇവിടെ കൂടുതലായിട്ടുള്ള ഒരു എനർജി കാണിക്കുന്നത്. അപ്പോൾ അന്നം ദാനം ചെയ്യാതെ അന്നം എന്നുള്ള രീതിയിൽ ഏത് തരത്തിലാണോ നിങ്ങൾ ഒരാൾക്കൊരു ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ആ ഒരു ദിവസം ഒരു സ്റ്റാർട്ടിംഗ് ആണ്, ഒരു ബിഗിനിങ്. അത് ആർക്കെങ്കിലും ഒക്കെ നിങ്ങളായിട്ടുണ്ടാക്കി തന്നെ കൊടുക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുണ്ടായിട്ടുള്ള ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ അല്ലെങ്കിൽ ഏത് തരത്തിലാണെങ്കിലും
അതിപ്പോൾ നിങ്ങൾ നെയ്ബേഴ്സിന് കൊടുക്കുന്നതായിക്കോട്ടെ, ഏത് തരത്തിലും മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ്. അതേപോലെ നല്ല കർമ്മങ്ങൾ ചെയ്യുന്നത് 11/11 ഓപ്പണിംഗ് മുന്നോട്ടേക്ക് പോകുമ്പോൾ ലൈഫിൽ ഈ ഒരു ഇയറിൽ നിങ്ങൾ ബാക്കി വെച്ച സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മൾ നമ്പർ 2ലേക്ക് കടക്കാം. നമ്പർ 2 നിങ്ങളിലേക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്പർ 2 ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്കുള്ള സന്ദേശം. സോ 11/11 പോർട്ടൽ ഓപ്പണിംഗ് ആണ്. ആ ഒരു പോർട്ടൽ ഓപ്പണിംഗ് നിങ്ങളിലേക്ക് എന്തൊക്കെയാണ് കൊണ്ടുവരുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം നിങ്ങളുടെ ലൈഫിൽ വരുന്ന മാറ്റങ്ങൾ. Eight of Cups, King of Cups, Death card, Tower moment, Knight of Wands, 10 of Cups, 3 of Cups. ഇനി നിങ്ങളുടെ മെയിൻ തീം വന്നിട്ട് Queen of Cups. ആദ്യം തന്നെ 8 of Cups എനർജി കണക്ഷൻസ് ആണ്. ഇത് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് ഈ ഒരു സമയം 11/11 പോർട്ടൽ ഓപ്പണിംഗ് 11/11 എന്ന് പറയുന്നത് നമ്പർ ഒരു ജ്ഞാനത്തിൻ്റെ, വിസ്റ്റം അല്ലെങ്കിൽ ഇൻസൈറ്റിൻ്റെ ഒക്കെ ഒരു നമ്പറാണ്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നു, പുതിയ അറിവുകൾ നേടുന്ന ഒരു സമയം കൂടിയിട്ടാണ്. അതേപോലെ തന്നെ പലരെയും സംബന്ധിച്ച് ഇത് 2025 ഇയർ എൻഡിങ് ആകുന്ന ഒരു സമയത്തിലേക്ക് നിങ്ങൾ ആക്ച്വലി മുന്നോട്ടേക്ക് വരുന്ന വർഷത്തിലേക്ക് ഇതൊരു പുതിയ തുടക്കമാണ്. അപ്പോൾ 2026ലേക്ക് കടക്കുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ ബിൽഡ് ചെയ്യാൻ പോകുന്നത്, ഇതുവരെ നിങ്ങൾ ബിൽഡ് ചെയ്ത് എന്താണ് നിങ്ങൾക്ക് ഫിറ്റ് ആവാത്തതും അതിലൊക്കെ എന്ത് മാറ്റങ്ങൾ വരുത്തണം, അല്ലെങ്കിൽ അത് നിർത്തി പുതിയതായിട്ട് എന്തൊക്കെ ലൈഫിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ആ ഒരു എനർജിയാണ് നിങ്ങളിലേക്ക് കാണിക്കുന്നത്. അപ്പോൾ പുതിയ ഐഡിയാസ്. അപ്പോൾ അതായത് ഇത് സൂചിപ്പിക്കുന്നത് ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്കുള്ളൊരു യാത്രയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള നിങ്ങളുടെ ലൈഫിൽ വേണ്ടാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റിക്കളി. ഒരു ഹസിൽ അല്ല വേണ്ടത്, ഒരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ കാര്യങ്ങൾ ധൃതി പിടിച്ച് ഓടി നടന്നിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. തീരുമാനങ്ങൾ എടുക്കുക, ഡീക്ലട്ടറിങ്, അത് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ലൈഫിൽ നിന്ന് കളഞ്ഞ് പുതിയതായിട്ട് ലൈഫിൽ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇങ്ങനെ ഒരു എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ പലരെയും സംബന്ധിച്ചിടത്തോളം ഈ ഒരു ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ക്ലാരിറ്റി, ഒരു വ്യക്തത ഉണ്ടാകുന്ന സമയമാണ്. നിങ്ങളുടെ ലൈഫിൽ വേണ്ടാത്തത് കളയുക, പുതിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു എനർജിയാണ്. അപ്പോൾ ഈ ഒരു പോർട്ടൽ ഓപ്പണിംഗ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്പിരിച്വൽ അവേക്കണിങ്ങിൻ്റെ ഒരു ടൈം കൂടിയാണ്. ചില ആളുകൾ സ്പിരിച്വാലിറ്റിയിലേക്ക് കൂടുതലായിട്ട് പോകാനുള്ള ഒരു സാഹചര്യം. നിങ്ങളുടെ സോൾ പർപ്പസ് എന്താണ്, നിങ്ങളുടെ എനർജി മനസ്സിലാക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ്. അതേപോലെ തന്നെയാണ് കിങ് ഓഫ് കപ്സ് എനർജിയാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഇൻറ്റൻഷൻസ് എഴുതി സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. മാനിഫെസ്റ്റേഷൻസ്, ഇൻറ്റൻഷൻസ്, അതായത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി നിങ്ങളിലേക്ക് എന്തൊക്കെയാണ് ഇനി നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരേണ്ടുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ കുറിച്ചിട്ട് നിങ്ങളുടെ ലൈഫിൽ ശ്രദ്ധിക്കുക. പിന്നെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ എന്തൊക്കെ റിച്വൽസ് ചെയ്യാം, അതായത് പലപ്പോഴും നിങ്ങളുടെ ഉള്ളിലേക്ക് ആ ഒരു 11/11 പോർട്ടൽ ഓപ്പണിങ്ങിൻ്റെ ടൈമിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്തൊക്കെയാണ് കൊണ്ടുവരുന്നത്, പുതുമ എന്താണ് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളൊരു എനർജിയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മാനിഫെസ്റ്റേഷൻ ജേർണൽസ് ചെയ്യാവുന്നതാണ്. എന്തൊക്കെ കാര്യങ്ങൾ ഗോ ബിഗ്, അതായത് കുഞ്ഞു പലപ്പോഴും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ എനർജി എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഇല്ലായ്മയുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ചെയ്യുന്ന കൊച്ചു കാര്യങ്ങളും ഉണ്ട്. കൊച്ചു കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി വർക്ക് ചെയ്ത് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാവുന്നതാണ്.
അപ്പോൾ ഇതുവരെ നിങ്ങൾ കുറേ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്തു മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് കുറച്ചുകൂടി വലുതായിട്ട് എന്തെങ്കിലും സ്വപ്നങ്ങളോ കാര്യങ്ങളോ ചെയ്യുക. ഗോ ബിഗ് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഹൃദയം ശരിക്കും കിങ് ഓഫ് കപ്സ് എനർജിയാണ്. നിങ്ങളുടെ ഇമോഷണലി നിങ്ങൾ ശരിക്കും എന്തൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ഹൃദയം ശരിക്കും ആഗ്രഹിക്കുന്നത് എന്താണോ അതിലേക്ക് പോവാം. ലിമിറ്റേഷൻസ് ഒന്നും വയ്ക്കാതിരിക്കും. ഇവിടെ ദർ ഇസ് നോ ലിമിറ്റേഷൻസ്. നിങ്ങൾ ബ്രാൻഡ് ന്യൂ പുതിയൊരു മാനിഫെസ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്യണം. അത് ഈ ഒരു വരുന്ന സമയങ്ങളിലേക്കാവാം, 26 വരുന്ന രീതിയിലേക്ക് നിങ്ങൾക്കൊരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യാം. ഈ ഒരു ദിവസം 11/11 പുതിയൊരു തുടക്കമാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യാം 26 വരുന്ന രീതിയിൽ. ഇനി നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ ഡെത്ത് കാർഡാണ്. ഡെത്ത് കാർഡ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ എന്താണ്, നിങ്ങളുടെ എനർജിയിൽ എൻഡിങ് ഫേസ് ആണ്. അപ്പോൾ എൻഡിങ് ഫേസ് എന്ന് പറയുമ്പോൾ ബ്യൂട്ടിഫുൾ എനർജിയാണ്. പലരെ സംബന്ധിച്ചിടത്തോളം എൻഡിങ് ഒരു നെഗറ്റീവ് ഫീലാണ്. എൻഡിങ് ബ്യൂട്ടിഫുൾ എനർജിയാണ്. അപ്പോൾ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ ഹാലോവീൻ എനർജിയാണ് ഒക്ടോബർ അവസാനം. അത് നമ്മൾ മരിച്ചു പോയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ആൻസിസ്റ്റേഴ്സിന് എന്നുള്ള രീതിയിലാണ് പഴയ കാലങ്ങളിൽ ഉണ്ടായിരുന്ന എനർജി. ഇപ്പോൾ അത് വേറൊരു രീതിയിലേക്ക് ഒരു ഫണ്ണായിട്ട് ആളുകൾ കൊണ്ടുപോകുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ എനർജി ക്ലെൻസ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ പിതൃക്കൾ ആൻസിസ്റ്റേഴ്സ് മരിച്ചു പോയിട്ടുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യാനുള്ള കംപ്ലീഷൻ ഫേസാണ്. കർമ്മങ്ങൾ എന്തൊക്കെയുണ്ടോ അത് ചെയ്യാം. ഇത് ക്ഷേത്രങ്ങളിലോ പള്ളികളിലോ അല്ലെങ്കിൽ ഏത് തരത്തിലാണോ നിങ്ങളുടെ റിലീജിയനോ രീതിയിലോ ചെയ്യാൻ പറ്റുന്നത് അത് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഇത് പല കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ ഫോക്കസ് വരേണ്ടുന്ന ഒരു സമയമാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ എനർജിയിൽ അബണ്ടൻസ് കൊണ്ടുവരാണ്. പുതിയ തുടക്കമാണ്. 2025 അവസാനിക്കുമ്പോൾ പലരെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ പല നേട്ടങ്ങളും ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു സമയം കൂടിയിട്ടാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ നേട്ടങ്ങൾ കൊണ്ടെത്തിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ ആഗ്രഹിച്ച ലെവലിലേക്ക് ജീവിതം കൊണ്ടെത്തിക്കുന്ന സമയമാണ്. കാരണം ഇവിടെ വന്നിട്ട് ടവർ മൂമെൻ്റ് ആണ്. പലരെ സംബന്ധിച്ച് ഇതുവരെ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ടവർ മൂമെൻ്റ് ആണ്. അപ്പോൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും അങ്ങനെയല്ല, അത് നിങ്ങളുടെ ലൈഫിൽ ഫിറ്റ് ആവുന്ന ഒരു കാര്യമില്ല. ദാറ്റ് ഇസ് നോട്ട് ഫിറ്റിംഗ്. അത് നിങ്ങളുടെ ലൈഫിൽ ഫിറ്റ് ആകാത്തൊരു കാര്യം തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ആ ഒരു കാര്യം അതിനനുസരിച്ച് പിന്നെ എന്തൊക്കെ മാറ്റങ്ങളാണ് അവിടെ വരുത്തേണ്ടത്, നിങ്ങളുടെ ലൈഫിൽ ഫിറ്റ് ആവാത്ത കാര്യങ്ങളാണ് എങ്കിൽ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം ഇവിടെ സൂചിപ്പിക്കുന്ന റീബിൽഡിംഗ് ആണ്. അത് വീണ്ടും പുനഃസൃഷ്ടിച്ച് ചില കാര്യങ്ങൾ സൃഷ്ടിച്ച് അത് വീണ്ടും പുനഃസൃഷ്ടിക്കേണ്ടി വരുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റേണ്ടുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു സമയം എന്നുള്ളത് സൂചിപ്പിക്കുന്നത്. കാരണം പലപ്പോഴും നമ്മൾ ഇങ്ങനെയാണ് വേണ്ടതെന്ന് നമ്മൾ വാശി പിടിക്കും. പക്ഷെ അതല്ല, ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരികയാണ്. റീബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ വീണ്ടും സൃഷ്ടിക്കുകയാണ്, പുനഃസൃഷ്ടിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ വിശ്വസിക്കുക എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിൽ നമ്മൾ പലപ്പോഴും പല ആളുകളെയും സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ റിയാലിറ്റി എന്താണ് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ആ ഒരു ശരിയായിട്ടുള്ള നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് മനസ്സിലാക്കി അതിലേക്ക് പോവുക. കാരണം പലപ്പോഴും ഇത് ഭയം ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ പർപ്പസ് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഭയന്ന് മാറി നിന്നാൽ, ഡൗട്ടോടുകൂടി മാറി നിന്നാൽ ഒരിക്കലും നിങ്ങൾ ആ ഒരു എനർജിയിൽ എത്തില്ല. കിങ് ഓഫ് ഫോൺസ് എനർജിയാണ്, പവർഫുൾ എനർജിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും സ്വസ്ഥതയും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ച ലെവലിലേക്ക് കാര്യങ്ങൾ നിങ്ങൾക്ക് കൊണ്ടെത്തിക്കാനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ വരുന്ന 30 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യുകയാണ്. ഈ 11 നവംബർ തുടങ്ങിയിട്ട് 11 ഡിസംബർ വരെ നിങ്ങൾ ജീവിതത്തിൽ കുറച്ചധികം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയും മറ്റും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു ലെവലിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടുന്നൊരു കാര്യം എന്ന് വെച്ചാൽ റീകണക്ട് ചെയ്യുക, നിങ്ങളായിട്ട് റീകണക്ട് ചെയ്യുക. നിങ്ങളെന്ന് പറഞ്ഞ വ്യക്തി എന്താണ്, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താണ് നിങ്ങളുടെ കോളിംഗ്, നിങ്ങളുടെ ലൈഫ് പർപ്പസ് മനസ്സിലാക്കുക. നിങ്ങൾ വ്യക്തമായിട്ടൊരു ധാരണയിലേക്ക് വരണമെങ്കിൽ ഹീലിംഗ് അനിവാര്യമാണ്. അല്ലെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്തിട്ട് നിങ്ങൾ അങ്ങനൊരു കാര്യത്തിലേക്ക് വരിക എന്നുള്ളതാണ്. ഇവിടെ 3 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. പല ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിൽ ആഗ്രഹിച്ച കരിയറോ അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടമോ നേടാനായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റും ഇല്ല എന്നുള്ളൊരു നെഗറ്റിവിറ്റി കാര്യങ്ങളാണ് ഈ ഒരു
സ്റ്റക്ക് ഫീലിംഗ് ഉണ്ട്, ബിസിനസ്സിൽ പുറകോട്ടേക്ക് നിൽക്കുന്നുണ്ട്, അപ്പോൾ കരിയറിൽ മുന്നേറ്റമില്ല, ഇതൊക്കെ കാണിക്കുന്നത് നിങ്ങൾക്ക് ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. ഒരു ടീം വർക്ക് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ സുഹൃത്തുക്കളോ കൊളീഗ്സോ മറ്റാരെങ്കിലോട് കൂടി ചേർന്നിട്ട് ടീം വർക്കോട് കൂടിയിട്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ ചെയ്യാം. നിങ്ങളുടെ മെയിൻ തീം എന്ന് പറഞ്ഞിട്ടുള്ളത് ക്യൂൻ ഓഫ് കപ്സ് എനർജിയാണ്. നിങ്ങളുടെ ഇമോഷൻസ് ആയിട്ട് കണക്ട് ചെയ്യുക. ലൈഫിൽ എന്താ വേണ്ടത് നിങ്ങൾക്ക് എന്നുള്ളതാണ്. നിങ്ങൾ അതിനുള്ള ചാൻസാണ്, ഒത്തിരി ചാൻസസ് നിങ്ങൾക്ക് ഇതുവരെ കിട്ടി. ഇതും ഒരു ചാൻസാണ്. ഈ ചാൻസിലെങ്കിലും നിങ്ങൾ പേർപ്പസ് മനസ്സിലാക്കുക. ഇതല്ല ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളിൽ ഒന്നിൽ ഇതല്ല നിങ്ങൾക്ക് വേണ്ടത്. അത് വീണ്ടും പുനഃസൃഷ്ടിച്ചിട്ട് ലൈഫ് വീണ്ടും തിരിച്ചു പിടിക്കുക. അത് നിങ്ങളുടെ ജോലിയാണെങ്കിലും വിദ്യാഭ്യാസം, ഫിനാൻസ്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും ചില കാര്യങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അത് പര്യവസാനിപ്പിച്ച് പുതിയ തുടക്കത്തിലേക്ക് കടക്കുക. അത് ഏത് കാര്യത്തിലാണെങ്കിലും. ഓക്കെ, ആ ഒരു എനർജിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ, ഇനി നമ്മൾ പൈൽ നമ്പർ 3 ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്കുള്ള സന്ദേശം 1 പോർട്ടൽ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ ഈ പോർട്ടൽ ഓപ്പണിങ്ങിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് നമുക്ക് നോക്കാം. Queen of Wands energy, Knight of Pentacles, 9 of Wands, 9 of Swords and Knight of Swords, Page of Wands, 4 of Swords. നിങ്ങളുടെ മെയിൻ തീം വന്നിട്ട് സൺ കാർഡാണ്. ഓക്കെ, ആദ്യം തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ക്വീൻ ഓഫ് വോൺസ് എനർജി കണക്ഷൻസ് ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 11 പോർട്ടൽ ഓപ്പണിംഗ്, എൻഡിങ് ഓഫ് സംതിങ്, ബിഗിനിങ് ഓഫ് ന്യൂ എനർജീസ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഗോൾ സെറ്റ് ചെയ്യേണ്ടുന്ന സമയമാണ്. അപ്പോൾ ലൈഫിൽ എന്താണ് നിങ്ങളുടെ പേർപ്പസ് അത് മനസ്സിലാക്കുന്ന സമയമാണ്. ഈ 11 പോർട്ടൽ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ പല ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പാക്ക് ചെയ്യായിരിക്കും ആ സമയത്ത്, അല്ലെങ്കിൽ ആ സമയത്തിന് 11 പോർട്ടൽ ഓപ്പണിങ്ങിന് മുമ്പോ അതിനുശേഷമോ ഉള്ള 2 ദിവസത്തിൽ നിങ്ങൾ പാക്ക് ചെയ്യാണ്. ബാക്ക് പാക്ക്, ട്രാവൽ, യാത്രകൾ, മാറ്റങ്ങൾ, വീട് മാറുന്നു, അതേപോലെ ജോലി മാറുന്നു, അല്ലെങ്കിൽ പല തരത്തിലുള്ള മാറ്റങ്ങളാണ്. നിങ്ങൾ ഓൾറെഡി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നിങ്ങളുടെ എനർജി ഭയങ്കര സ്ട്രോങ് ആണ്. നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങളതിനെ റെസിസ്റ്റ് ചെയ്യുന്നൊന്നുമില്ല. നിങ്ങളുടെ ലൈഫിൽ എന്ത് മാറ്റങ്ങൾ വരുന്നു എന്നുള്ളത് നിങ്ങൾ സന്തോഷത്തോടുകൂടി അക്സെപ്റ്റ് ചെയ്യുന്നു. നിങ്ങൾ വളരെ പോസിറ്റീവാണ് ലൈഫിൽ. 2025 തന്നെ ഇനിയും എന്തൊക്കെ മാറ്റങ്ങൾ ലൈഫിൽ വേണം, ഇനിയും എന്തൊക്കെ കൂടുതൽ നേടാനുണ്ട്. ഇതുവരെ നിങ്ങൾ കുറച്ച് പുറകോട്ടേക്ക് ആയിരുന്നിട്ടുള്ളവരാണെങ്കിൽ ഈ ഒരു വരുന്ന സമയങ്ങളിൽ ഇനി ഈ 2025 നിങ്ങൾ ആഗ്രഹിച്ച് എന്തൊക്കെ നേടാമെന്നതിന് വേണ്ടി ശ്രമിക്കണം. അതിന് മുമ്പ് നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ടാവാം. നിങ്ങൾ ചിലപ്പോൾ ലൈഫിൽ ആഗ്രഹിച്ചത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങൾ റിസീവ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അത് റിസീവ് ചെയ്യാതിരുന്നത് ഇനി ബാക്കിയുള്ളത് റിസീവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി 26ലേക്ക് കടക്കുമ്പോൾ ഇനി എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഫ്രീഡം ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇനി ബാക്കി നേടാനുള്ളത്, ജീവിതം ആസ്വദിച്ച് തുടങ്ങുകയാണ് എന്നുള്ളത് കൂടിയിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ശരിക്കും ലോകം നേടുന്ന എനർജിയാണ്. വേൾഡ് ടൂർ കാണിക്കുന്നുണ്ട്. അത് ഈ ചില ആളുകൾ 25 എൻഡിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ 26ൽ നിങ്ങൾ ഒത്തിരി രാജ്യങ്ങളിലേക്ക് പോകാനുള്ള അവസരം. പിന്നെ ഈ പറയുമ്പോൾ തന്നെ പറയുകയാണ്, നിങ്ങളിത് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ തന്നെ അതിനുള്ള ഗതിയില്ല, ഒന്നുമില്ല എന്ന് ചിന്തിച്ചാൽ യു വിൽ നെവർ ബി ദെയർ. ഒരിക്കലും അവിടെ എത്താനായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റില്ല. പക്ഷെ നാളെ തന്നെ അങ്ങോട്ടേക്ക് പോകും എന്നുള്ളതല്ല സൂചിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ നിങ്ങൾ അങ്ങനെ ഒരു ചിന്തയിലേക്ക് വരികയാണ്, ഞാൻ ഈ ലോകം കാണും, എനിക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ നേടും എന്ന ചിന്തയിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് പറ്റും.
അതെ, നിങ്ങൾ ഇപ്പോൾ ചിന്തിച്ച് തുടങ്ങിയാലാണ് മുന്നോട്ടേക്ക് വരുന്ന സമയങ്ങളിൽ നിങ്ങളുടെ ലൈഫിൽ ആഗ്രഹങ്ങൾ നേടാനുള്ള അവസരങ്ങൾ. നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല നമ്മൾ ആഗ്രഹിച്ച വിഷ്വലൈസ് ചെയ്ത മാനിഫെസ്റ്റേഷൻസ് കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിച്ച ലെവലിലേക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് പറ്റും. അത് നമ്മൾ ചിന്തിച്ചാലും നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിച്ചാലും മാത്രമാണ് നമ്മളെ കൊണ്ട് പറ്റുന്നത്. പിന്നെ ചില സമയങ്ങളിൽ ചില ആളുകൾക്ക് ചില കാര്യങ്ങൾ വലിയ രീതിയിൽ പ്രവർത്തനത്തിൻ്റെ ആവശ്യമില്ല. ലക്ക് എന്ന് പറയുന്നൊരു കാര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് ലക്കി ആയിട്ടുള്ള ഒരു എനർജി, ലക്ക് നിങ്ങളിലേക്ക് എത്തുന്നൊരു സമയമാണ്. നിങ്ങൾ വലിയ രീതിയിലുള്ളൊരു പ്രയത്നത്തിൻ്റെ ഒരു ഹാർഡ് വർക്കിൻ്റെ ആവശ്യമില്ലാതെ തന്നെ ചില കാര്യങ്ങൾ നിങ്ങൾ നേടുന്നൊരു സമയമാണ് 2025 എൻഡിങ്ങിൽ. അപ്പോൾ അതും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ 9 ഓഫ് സോർഡ്സ് എനർജിയാണ്. നിങ്ങൾ തന്നെ നിങ്ങളെ ഡിഫെൻഡ് ചെയ്യാണ്. ഇതുവരെ നിങ്ങൾ ശ്രമിച്ചിരുന്നതെന്ന് വെച്ചാൽ ആരെങ്കിലുമൊക്കെ നിങ്ങളെ സഹായിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹായവും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വേണം എന്നുള്ളതാണ്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എന്താണോ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യം അതിന് വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് കാത്തു നിൽക്കുന്നില്ല. മറിച്ച് നിങ്ങൾ തന്നെ എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കി പോകുന്ന ഒരു എനർജി, ഒരു സെൽഫ് റിയലൈസേഷൻ്റെ ഒരു ടൈമാണിപ്പോൾ. അപ്പോൾ നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ നിങ്ങളുടെ ശക്തി, നിങ്ങളുടെ പവർ, നിങ്ങളുടെ ഇന്നർ പവർ നിങ്ങൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സ്വയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്നു, നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ തുടങ്ങുമ്പോൾ മറ്റുള്ളവർ അത് അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ആ ഒരു എനർജി നിങ്ങളിൽ കാണിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ സ്ലോ ആയിട്ട് പോയിക്കൊണ്ടിരുന്ന പല കാര്യങ്ങൾ ഫാസ്റ്റ് ആയിട്ടുള്ള ഗ്രോത്താണ്. ട്രാവൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫാസ്റ്റ് ഇതെന്ന് കാണിക്കുമ്പോൾ ഫ്ലൈറ്റ് ട്രാവലാണ്. അപ്പോൾ ഒത്തിരി ദൂരം അല്ലെങ്കിൽ ഒത്തിരി ഫാസ്റ്റായിട്ട് പെട്ടെന്ന് എത്താനുള്ള ഒരു എനർജി, അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റ് യാത്രയാണ് സൂചിപ്പിക്കുന്നത്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഡ്രീം അപ്രതീക്ഷിതമായിട്ടൊരു മാജിക് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുകയാണ് എന്നുള്ളൊരു എനർജിയാണ് സൂചിപ്പിക്കുന്നത്. ഈ പറഞ്ഞ പോലെയുള്ള നെഗറ്റീവ് സിറ്റുവേഷൻസും നെഗറ്റീവ് എനർജീസും ഒക്കെ മാറി സെലിബ്രേഷനാണ്. കാരണം 9 ഓഫ് സോർട്സ് എനർജി എൻഡിങ് ഫേസാണ്. ഇപ്പോൾ ഈ ഒരു പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഫിയേഴ്സ്, നഷ്ടങ്ങൾ, നെഗറ്റിവിറ്റീസ് ഈ എല്ലാം മാറി നിങ്ങളൊരു എന്താ പറയുക പുതിയൊരു എനർജിയിലേക്ക്, പുതിയൊരു ലൈറ്റിലേക്ക് വരികയാണ്. നിങ്ങളുടെ പെർസെപ്ഷൻ തന്നെ മാറുകയാണ്. ആ ഒരു നെഗറ്റീവ് സെൽഫ് ടോക്ക് അല്ലെങ്കിൽ ആ ഒരു പെസിമിസ്റ്റിക് ആയിട്ടുള്ള ചിന്താഗതിയിൽ നിന്ന് മാറി വളരെ എല്ലാത്തിലും വളരെ ആകാംക്ഷയോട് കൂടിയിട്ട് ഉത്സാഹഭരിതരായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു എനർജിയാണ് നിങ്ങൾ. അതേപോലെ തന്നെ നൈറ്റ് ഓഫ് സോർട്സ് എനർജിയാണ്. നിങ്ങൾ വളരെ അധികം പാഷനേറ്റ്, പുതിയ തുടക്കമാണ്. നൈറ്റ് എനർജീസ്, പേജ് എനർജീസ്, അത് പലതും എൻഡ് ചെയ്തിട്ട് പല പുതിയ കാര്യങ്ങളിലേക്കും നിങ്ങൾ ചുവട് വയ്ക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു എനർജിയാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങൾ യു ആർ ഇൻ ടച്ച് വിത്ത് യുവർ ഇമോഷൻസ്. അത് വളരെ എന്താ പറയുക എന്തിൻ്റെങ്കിലും പുറകെ പോകുന്നതോ അല്ലെങ്കിൽ ധൃതി പിടിച്ച് എന്തെങ്കിലും അച്ചീവ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഇത് കൂടാതെ തന്നെ നിങ്ങൾ ഇമോഷണലി നിങ്ങൾ ജീവിതത്തിൽ നേടുന്ന കാര്യങ്ങൾ, നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ, നിങ്ങളുടെ പാഷനോ അല്ലെങ്കിൽ നിങ്ങൾ മാനസികമായിട്ട് നിങ്ങൾക്ക് തൃപ്തി തരുന്ന കാര്യങ്ങളാണ് നിങ്ങൾ നേടിയെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി സന്തോഷം നിങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നുണ്ട്. അതായത് ബാഹ്യമായിട്ട് ആളുകൾ സക്സസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ബാഹ്യമായിട്ട് ആളുകൾ സക്സസ്ഫുൾ ആണെന്ന് കാണുന്ന കാര്യങ്ങളെക്കാൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ മനസ്സിന് ഒത്തിരി തൃപ്തി നൽകുന്ന ഒരു കാര്യമാണ്. പേജ് ഓഫ് ഫോൺസ് എനർജിയാണ്. ഈവൻ പലരെ സംബന്ധിച്ച് സാമ്പത്തിക നേട്ടത്തിൻ്റെ സമയമാണ്. വിദ്യാർത്ഥികൾ ആണ് എങ്കിൽ പോലും നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നേടിയെടുക്കുന്നു, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു. ലൈഫിൽ നമ്മൾ പറയാം ഫാസ്റ്റാണ്, വളരെ ഫാസ്റ്റാണ്, കുതിച്ചു പായുന്ന ഒരു എനർജി എന്ന് പറയാം. അപ്പോൾ അതൊരു കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾ കരിയറിൽ വളരെ ഫാസ്റ്റ് ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. ഇനിയല്ല വിദ്യാർത്ഥികളാണെങ്കിലും വിദ്യാർത്ഥിയാണെങ്കിൽ പോലും നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾ പ്രായമായിട്ടുള്ളവർ, വീട്ടമ്മമാർ, ഏത് പ്രായത്തിലോ ഏത് സാഹചര്യത്തിലോ നിൽക്കുന്നവരായിക്കൊള്ളട്ടെ, ശാരീരിക ക്ഷമതയെ ബാധിച്ചിട്ടുള്ള ആളുകളുണ്ടാവും. അപ്പം എണീറ്റ് നടക്കാൻ പറ്റാത്തവരല്ലെങ്കിൽ അങ്ങനെ ഉള്ള ആളുകളാണെങ്കിൽ പോലും എന്തെങ്കിലും ശാരീരിക അസ്വാസ്ഥ്യങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉള്ളവരാണെങ്കിൽ പോലും നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളൊരിടത്ത് ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ സക്സസ്ഫുൾ ആകുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ആരും നിങ്ങളുടെ വയസ്സോ പ്രായമോ ശാരീരിക ക്ഷമതയോ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള എന്തെങ്കിലും ഇതൊന്നും ഒരു നെഗറ്റീവ്, ഒരു ലിമിറ്റേഷനായിട്ട് ചിന്തിക്കാതിരിക്കുക. നിങ്ങളിപ്പോൾ വേണ്ടത് ഈ ഒരു 11 പോർട്ടലിന് മുമ്പ്, അതായത് നവംബർ 11 മുമ്പ് തന്നെ നിങ്ങൾ
ഒന്ന് റിലാക്സ്ഡ് ആവുക, മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ, നിങ്ങളിപ്പോൾ സ്ഥിരമായിട്ട് ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ഒരു ദിവസം ലീവ് എടുത്തിട്ട് നിങ്ങളുടേതായിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് സമയം ചിലവഴിക്കുക. അപ്പോൾ വീട്ടിലിരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഏതെങ്കിലും പള്ളികളിലോ ക്ഷേത്രങ്ങളിലോ അതുപോലുള്ള ഇടങ്ങളിൽ ഇത്തിരി പീസ്ഫുൾ അല്ലെങ്കിൽ ഇത്തിരി സ്പിരിച്വൽ, നിങ്ങൾക്ക് പ്രകൃതിയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് പരിചയമുള്ള ആരും ഇല്ലാത്ത ഒരിടത്തേക്ക്, അധികം ആളുകളേ ഇല്ലാത്ത ഒരിടത്തേക്ക് ഒരു 1 ഡേ ട്രിപ്പാണെങ്കിലും പോവുക. രാവിലെ പോവുക, വൈകുന്നേരം തിരിച്ചു വരുന്ന രീതിയിൽ ഒരു ടോട്ടലി വ്യത്യസ്തമായിട്ടുള്ള ഒരു ലോകത്തിൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് എന്നുള്ള രീതിയിലും നിങ്ങൾക്ക് ആവശ്യമുള്ള, അല്ലെങ്കിൽ ഫോൺ സൈലൻറ്റിൽ ഇടുക, ഫോൺ എടുത്ത് നോക്കുകയോ ചെയ്യാതിരിക്കുക, പ്രകൃതിയിൽ ആ ഒരു രീതിയിലേക്ക് പോയിട്ട് തിരിച്ചു വരിക. കാരണം നിങ്ങൾ തിരിച്ചു വരുന്നത് ഒരു പുതിയ ലോകത്തിലേക്കായിരിക്കും, പുതിയ ആത്മവിശ്വാസത്തോട് കൂടിയിട്ടുള്ളൊരു ജീവിതത്തിലേക്കാണ്. നിങ്ങളുടെ മെയിൻ തീം സൺ കാർഡാണ്. നിങ്ങൾ വളരെ റിഫ്രഷ്ഡ് ആയിട്ട്, വളരെ ആത്മവിശ്വാസത്തോട് കൂടിയിട്ട്, സ്വയമുള്ള വിശ്വാസത്തിൽ, ആ പ്രപഞ്ചശക്തിയിലുള്ള വിശ്വാസത്തിലാണ് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.